അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കണ്ണൂർക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു നിശ്ചയമുണ്ട് കേട്ടോ. താത്താൻ്റെ മോളുടെ നിശ്ചയമാണ്, മോൻ്റെ ഏട്ടത്തിൻ്റെ മോളുടെ കുട്ടിയുടെ നിശ്ചയമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും കാക്കാൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഇതാ കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അനിയത്തിയും കുട്ടികളൊക്കെ അവിടെ തറവാട്ടിൽ ഒരു പരിപാടി, എല്ലാവരും ഒരു കുടുംബസംഗമം പോലെ എല്ലാവരും അവിടെ തറവാട്ടിൽ കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഇനി ഉമ്മാനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും ഇപ്പോൾ നിശ്ചയത്തിന് പോകാതിരിക്കണം മോശമല്ല വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി മക്കളൊക്കെ അനിയനും കുട്ടികളൊക്കെ അവിടെ കൂടിയിട്ട് തറവാട്ടിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ ട്രെയിന് ഇവിടെ കയറാൻ നിന്നപ്പോൾ എടുത്ത വീഡിയോസാണ് ഇട്ടത്. അപ്പം അങ്ങനെ എന്താ പറയുക, നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ പറഞ്ഞാൽ നമ്മളെ ബസ് പോലെയല്ലല്ലോ, ഓരോരുത്തർ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീങ്ങിയിരിക്കാനൊക്കെ കുറച്ച് പാടാവും. ആണുങ്ങളൊക്കെ വേഗം നീറ്റരും കേട്ടോ. അവർ കുറച്ച് ഒതുങ്ങിയിരുന്നേരും നീങ്ങിയിരുന്നേരും ഒക്കെ ചെയ്യും കേട്ടോ. പെണ്ണുങ്ങൾക്കാണ് കുറച്ച് സാമർത്ഥ്യം കൂടുതൽ. ആരെങ്കിലും ഒരാൾ കൂടി അവിടെ നിൽക്കണുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും കൂടി കാല് വിടർത്തി വെച്ചിട്ടിരിക്കും കേട്ടോ. നമ്മളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളിലൊക്കെ മടിയിരുത്തിയിട്ട് ഒരു ഇത്തിരി സ്ഥലം നമ്മൾ അവർക്ക് കൊടുക്കൂലേ. നമ്മളെപ്പോലെ തന്നെയല്ലേ ഇപ്പോൾ അവരും വിചാരിച്ച് തണ്ടൽ വേദന ഉള്ള ആൾക്കാരും കാലുകൊണ്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളത് മനസ്സാക്ഷി വിചാരിച്ചിട്ട് നമ്മൾ സ്ഥലം കൊടുക്കൂട്ടോ. പക്ഷേ ചില പെണ്ണുങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ചെറുപ്പക്കാരികൾ തന്നെ, ചെറിയ പെൺകുട്ടികൾ. ഞാൻ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കോളേജിലെങ്ങാനോ ഹോസ്റ്റലിലെങ്ങാനോ പഠിക്കുന്ന കുട്ടിയെ തോന്നുന്നുണ്ട്. അതിങ്ങനെ ഇരിക്കണ്ടായിരുന്നു, ഒരു ഒറ്റ സീറ്റിലാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ മോളിലൊന്ന് സൈഡിൽ ഇരുത്തുമെന്ന് വെച്ചപ്പോൾ അത് അധികം മെയിൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഒരു ചെക്കന് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ആ ചെക്കനെ ആ പെണ്ണ് വേഗം സീറ്റ് കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ കാലത്തിനൊരു പോക്ക്. അപ്പം തന്നെ ഞാൻ അതിനോട് ചോദിച്ചിട്ടാ, ഈ ഒരു കുട്ടീനെ ഇരുത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ അവനെ ഇരുത്താൻ എനിക്ക് സീറ്റ് പറ്റിയില്ലേന്ന് ഞാൻ ചോദിച്ചിട്ടാ. കണ്ട കാര്യം നമ്മൾ മുഖത്ത് നോക്കി ചോദിക്കാമല്ലോ. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല കേട്ടോ. അവൾക്ക് മനസ്സിലായി അവളെ തെറ്റുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞാനത് താത്താൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ, അത് കണ്ണൂരത്തെ താത്താൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക വരുന്നില്ല കേട്ടോ. നാളെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് മുട്ടമാല ഉണ്ടാക്കണതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോസും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അവർ മുട്ടമാലൊക്കെ നാളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഷാമോനക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ കളിക്കാനൊക്കെ ആളെ കിട്ടിയപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മുട്ടമാല അത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചസാര ലായനിയിലാണ്. ഈ കോഴിമുട്ട അടിച്ചിട്ട് അതിലേക്കാണ് ഈ നൂല് പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മഞ്ഞായിട്ട് ഉണ്ടാക്കണ ആ മാല പോലത്തെ സംഭവം എനിക്ക് അതിനോട് അത്ര ഇതിലെന്നറിയോ, നല്ല മധുരമാണ് കേട്ടോ. പക്ഷേ ആയിട്ട് ഉണ്ടാക്കണ ആ വെള്ള ഇതായിട്ട് ഉണ്ടാക്കുന്ന സാധനം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഏലക്കായ ഇട്ടിട്ട് ആ മുട്ടൻ്റെ വെള്ള ഏലക്കായ ഇട്ടിട്ട് അടിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഏലക്കായ ഇട്ട് അടിച്ചിട്ട് അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സംഭവമായിട്ട് അത് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിതാ മുട്ടമാല ഉണ്ടാക്കിയിട്ട് ശൈതത്ത് അങ്ങനെ അതിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് നൂല് ഇങ്ങനെ വേറെ എടുത്ത് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാൻ. മുട്ടമാല ഉണ്ടാക്കുക ആ സംഭവം കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. നൂല് പോലെ അതിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു രസമാണ് കേട്ടോ. നൂല് പോലെ ഇങ്ങനെ ചിക്കി എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇതങ്ങനെ നമ്മൾ പഞ്ചസാര ലൈനിൽ എടുക്കുമ്പോൾ അങ്ങനെ കട്ട കുത്തിയിട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളത് നൂലാക്കിയിട്ട് ഇങ്ങനെ വേറെ എടുത്ത് നൂൽപുട്ട് പോലെ അങ്ങനെ വേറെ എടുത്ത് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളമായിട്ട് ഉണ്ടാക്കിയ ആവിയിൽ പ്ലേറ്റിലുണ്ടാക്കിയ സാധനം കേട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.